അവര് കുടിക്കാൻ എന്താ വേണ്ടത്? ഒരു നിമിഷം, ഞാൻ ഡ്രസ് ചെയ്ത് വരാം. ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു നിമിഷം. രവിയോട് ക്ഷമിക്കുമല്ലോ. എനിക്ക് എന്റെ കുഞ്ഞ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. കൗസല്യ എന്നോർത്ത് ദുഃഖിക്കണ്ട. കൗസല്യ എവിടെ ഇരുന്നാലും സുഖമായിരുന്നു മതി. താങ്ക് യു രവി. ആ കൗസല്യ വരൂ. ഇരിക്കൂ. ഹലോ. ഹലോ. Good luck. Thank you. Come on. Really fantastic. Beautiful moment. Thank you. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം. Okay. Miss Ravi. 1 minute. വളച്ചുകെട്ടൊന്നും കൂടാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? രവി ഒരു വിവാഹം കഴിക്കണം. വിവാഹമോ? ഞാനോ? രവി ഒരു വിവാഹം കഴിച്ചാലേ കൗസല്യയുടെ മനസ്സിന് സ്വസ്ഥത കിട്ടും. ഞാനിങ്ങനെ തുറന്നു പറയുന്നതിൽ രവി തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. കൗസല്യക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനാണ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഗായത്രി എന്തുകൊണ്ടും രവിക്ക് ചേർന്നവളാ. രവി അവരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ പരം ഒരു സന്തോഷം ഉണ്ടാകാനുമില്ല. ഞാൻ നിർബന്ധിക്കുകയല്ല. രവി ആലോചിച്ച് തീരുമാനിക്കും. ഏതായാലും ഇത് തന്നെയാണ് നന്നായത്. എന്തായാലും അദ്ദേഹം കൗസല്യയുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. കൗസല്യക്ക് ഒരു ജീവിതം കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ നേരെ ഒരുപാടായി. അപ്പൊ നിങ്ങൾ ഇറങ്ങട്ടെ. ശരി. പാടി രമണി. എന്താ ഇദ്ദേഹം കിട്ടുന്നവൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, മാർക്കറ്റിൽ പോവും, കുഞ്ഞിനെ നോക്കും, അങ്ങനെ എല്ലാ ജോലിയും ചെയ്യും. എന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കും. എന്റെ വേലക്കാരനാണോ ഇദ്ദേഹം? വേലക്കാരനാണെന്ന് പറയാൻ വയ്യ. എന്റെ ഒരു രക്ഷിതാവിനെ പോലെയാണ്. നല്ല കഥ. നിനക്കെന്തോ അബദ്ധം പറ്റിയിരിക്കുകയാണ് കൗസല്യ. എന്താണ്? ഇദ്ദേഹം മിസ്റ്റർ രാജഗോപാലിന്റെ അച്ഛനാണ്. ഫാദറുണ്ടോ? അതെ. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ വരട്ടെ. ഗുഡ് ബൈ. ഈ കേട്ടത് ശരിയാണോ? ഞാൻ ഈ കേട്ടത് ശരിയാണോ കിട്ടുമാവ? അല്ല അച്ഛ. അതെ മോളെ. അച്ഛൻ എന്നെ കൊണ്ട് എന്തിനീ പാപം ചെയ്യിച്ചു? പാപം ചെയ്തത് മോളല്ല, എന്റെ മകനാണ്. മകൻ ചെയ്ത പാപത്തിന് ഈ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു മോളെ. അച്ഛ. മോളെ, നീ എന്ത് പറഞ്ഞാലും ഈ വീട്ടിൽ കഴിഞ്ഞതുപോലുള്ള നല്ല ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോളെ, എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം ഒരു വേലക്കാരനുള്ളതല്ലായിരുന്നു, ഒരു അച്ഛനുള്ളതായിരുന്നു. എന്റെ മകൻ എനിക്കാരുമല്ലായിരുന്നു. പക്ഷേ മോൾ എനിക്കെല്ലാമാണ്.
കുഞ്ഞെനിക്ക് ജീവനാണ്. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയില്ലേ, ഞാൻ തന്നെ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. പുറപ്പെടും. രാജഗോപാൽ ഇല്ലേ ഇവിടെ? പുറത്തു വരിക, ഇപ്പൊ വരും. വാമ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വന്നു തോന്നുന്നു. ഹാവ്, എന്തൊരു വെയില്! ഇത് തന്നെയല്ലേ രാജഗോപാലിന്റെ വീട്? അതെ. നിങ്ങളാരാ? നല്ല ചോദ്യം. നിങ്ങളാരാ? ഞാൻ രാജഗോപാലിന്റെ അച്ഛനാ. ഇപ്പോഴെങ്കിലും പരിചയപ്പെടാൻ കഴിയാതിരിക്കുന്ന ഭേദം. നിങ്ങളുടെ മകൻ ഇവിടെ പ്രസവമുണ്ടാക്കിയതാ, പിന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥലമാറ്റമായി ഇവിടെ വന്ന വിവരത്തിന് ഒരു എഴുത്തെങ്കിലും എഴുതിക്കൂടെ? ജോലിത്തിരക്കിലായിരിക്കും. എന്നാൽ അങ്ങനെ അല്ലല്ലോ. ഓ, തേടിപ്പിടിച്ചിവിടെ എത്താൻ പെട്ട പാട്. മോളെ വന്ന കാലം നിൽക്കാതെ കുഞ്ഞിനകത്തുണ്ട് ഒരിടത്തു. എന്തായാലും ഇനി കുളിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ആ, തെറ്റുപറ്റിമോ? നമ്മളെല്ലാം വീണ്ടും അവൻ ചതിച്ചു. ഇനി ഒന്നും ആലോചിക്കണ്ട, പുറപ്പെട്ടോളൂ. ദേവിയുടെ അടുത്തേക്ക്. മോൾ സംശയിക്കരുത്. എല്ലാം അവനോട് തുറന്നു പറയൂ. അവൻ നിന്നെ സ്വീകരിക്കാതിരിക്കില്ല. വേഗം പോകൂ. ഞാൻ വൈകിപ്പോയി. സാരമില്ല, ഞാൻ ആരെയും ക്ഷണിച്ചില്ല. ഒരു ചടങ്ങ് മാത്രം മതിയെന്ന് കരുതി. എന്റെ ആശംസകൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കേരള
ശ്രീമതി കൗസല്യാദേവി. ഇനി എങ്ങോട്ടാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ? നിങ്ങളുടെ അഭിനയത്തിന്. ആട്ടും പോലാണ് ചെന്നൈയുടെ അഭിനയം അസലായി. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നീ ഒന്ന് കരഞ്ഞു കാണുന്നില്ലല്ലോ. അത് കാണാൻ നിങ്ങൾ ഈ ജന്മം കൊതിക്കണ്ട. വേണ്ട. ഇനി എന്താ ഭാവം? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയില്ല. ജീവിക്കുക തന്നെ ചെയ്യും, അന്തസ്സായിട്ട്. ഈ ഭൂമിയിൽ നീ എവിടെ പോയാലും സ്വൈര്യമായി ജീവിക്കാൻ നിന്നെ ഞാൻ വിടില്ല. ഇതെന്റെ പ്രതികാരമാണ്. All right. Wish you all the best. Bye. കൗസല്യ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇനി അതിന് മാറ്റമൊന്നും ഇല്ലല്ലേ? എന്താണെന്ന് ചോദിച്ചത്? ഒന്നില്ല, ഞാൻ വെറുതെ ചോദിച്ചുപോയി. ഞാൻ അങ്ങനെയാണ്. വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കും, വേണ്ടാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വയ്ക്കും. ഐ എം സോറി. ദുഃഖം മാത്രമാണ് നമ്മെപ്പോലുള്ളവർക്ക് വിധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടത്തിന്റെ കോളമാണ് നമുക്ക്. നഷ്ടം ചിലപ്പോൾ ലാഭവുമാകാം, ലാഭം നഷ്ടവുമാകാം. എന്താ, അങ്ങനെയായിക്കൂടെ? എനിക്കാണെങ്കിൽ എന്നും നഷ്ടം തന്നെയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, എനിക്ക് കൗസല്യ നഷ്ടപ്പെടുകയല്ലേ? എത്ര അകലെയായിരുന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. ഞാൻ അത് കൗസല്യയോട് എങ്ങനെ പറയണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഒരുപക്ഷെ തുറന്നു പറയുമ്പോൾ കൗസല്യ ഇപ്പൊ പറയാതിരിക്കാനും മനസ്സനുവദിക്കുന്നില്ല. എനിക്ക് കൗസല്യയോടുള്ള സ്നേഹം എനിക്കറിയാം. സുബു പറയാതെ തന്നെ എനിക്കറിയാം. ഈ സ്നേഹം എന്നും നിലനിൽക്കണം. ഒരു സഹോദരനില്ലാത്ത നഷ്ടം സുബു എനിക്ക് നികത്തി തന്നു. കരയരുത്, കൗസല്യ കരയരുത്. പ്ലീസ്, നോ, കൗസല്യ കരയരുത്. കോയമ്പത്തൂരിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, മഹാദേവൻ. ഞാൻ അയാൾക്ക് എഴുതിയിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വരും. താങ്ക് യു. പിരിയുമ്പോൾ
കൗസല്യക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് തോന്നി. കുറെ ആലോചിച്ചു. ഒടുവിൽ ഇത് വാങ്ങി. ഇതാ. ഈ വിളക്കെരിയുമ്പോൾ അത്രയും പ്രകാശമെങ്കിലും കൗസല്യയുടെ ചുറ്റും വീഴുമല്ലോ എന്ന് കരുതി. സുബ്ബുവിന് ഞാനൊന്നും തന്നില്ലല്ലോ. നിറയെ തന്നു. എന്താണെന്നോ, കൗസല്യെ കുറിച്ചുള്ള ഓർമ്മകൾ. അത് എന്നും എന്റെ മനസ്സിലുണ്ടാവും. കിട്ടുപോകണോ? കിട്ടുപോവാ? എന്താണ്? എന്താണിത്? മോനെ, ഞാനവനെ കുത്തിക്കൊന്നു. മോൾ സമാധാനമായിട്ട് പോയിക്കൊള്ളൂ. ഇനി ഒരിക്കലും എന്റെ മോൻ മോളെ ഉപദ്രവിക്കുകയില്ല. പേടിക്കാതെ പോയിക്കൊള്ളൂ.